ലക്ഷ്മിപ്രിയ പുതിയ ന്യായീകരണവുമായി വന്നിട്ടുണ്ട്. എല്ലാവർക്കും നക്ഷത്ര വ്ലോഗ് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ലക്ഷ്മിപ്രിയ നിർത്താറായിട്ടില്ല. വീണ്ടും വീണ്ടും ഓരോ കഥകളുമായിട്ട് ഇങ്ങനെ വരികയാണ്. ഒരു രസം എന്താണെന്ന് വെച്ചാൽ ഒരാൾ പോലും അവരെ വിശ്വസിക്കുന്നില്ല എന്നതാണ്. കഴിഞ്ഞ ദിവസം ജനറൽ ബോഡി മീറ്റിങ്ങിന് ശേഷം ഇറങ്ങി വന്ന പല താരങ്ങളും മാധ്യമങ്ങളോട് പറഞ്ഞു കഴിഞ്ഞു അൻസിബ എന്ന പെൺകുട്ടിയെക്കുറിച്ച്. അവൾക്ക് കിട്ടിയ 15-20 മിനിറ്റ്, അത്രയും സമയം കൊണ്ട് അവൾ പറഞ്ഞ കാര്യങ്ങൾ, അത് കേട്ട് കഴിഞ്ഞപ്പോൾ ലക്ഷ്മിപ്രിയയും ശ്വേതയും ഇറങ്ങി ഓടിയതും എല്ലാം അവർ പറഞ്ഞ കാര്യമാണ്. ശ്വേതാ മേനോൻ അപ്പോൾ തന്നെ രാജിവെച്ച് പുറത്തു പോയി എന്നതും അവർ പറഞ്ഞു കഴിഞ്ഞു. പിന്നെ ഇപ്പോൾ ലക്ഷ്മിപ്രിയ വന്ന് പറയുകയാണ് അത് അങ്ങനെയല്ല, ശ്വേതാ മേനോൻ അതിനു മുമ്പേ രാജിവെക്കാൻ തീരുമാനിച്ചിരുന്നു എന്ന്. അതിനു ശേഷമാണ് അൻസിബ സംസാരിച്ചത് എന്ന്. ഈ ലക്ഷ്മിപ്രിയയ്ക്ക് എന്താണ് ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് വരാൻ? ഇവർക്ക് നാണമില്ലേ? നാക്കിനൊരു ലൈസൻസും ഇല്ലെന്ന് കരുതി ഇങ്ങനെയൊക്കെ പറയാവോ? ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ അവർക്ക് വീണ്ടും വീണ്ടും ആളുകളുടെ ചീത്തവിളി കേൾക്കേണ്ടി വരികയല്ലേ ഉള്ളൂ. അവർ പറയുന്നത് ആരെങ്കിലും വിശ്വസിക്കുമോ? ആരും വിശ്വസിക്കാനും പോകുന്നുമില്ല. അതുപോലെ മമ്മൂക്ക അവാർഡ് മേടിച്ച് തിരിച്ചു വന്നപ്പോൾ അദ്ദേഹത്തിനോടും ചോദിച്ചു അമ്മയിലെ പ്രശ്നങ്ങളെക്കുറിച്ച് എന്താണ് പറയാനുള്ളത് എന്ന്. അദ്ദേഹം നൈസായിട്ട് മറുപടി കൊടുത്തു. അതൊക്കെ ചെറിയ കാര്യങ്ങളല്ലേ, എല്ലാം ശരിയാകും, അത്രേ ഉള്ളൂ. മമ്മൂക്ക ഇത്രയാണ് പറഞ്ഞത്. മമ്മൂക്ക ജനറൽ ബോഡി മീറ്റിങ്ങിൽ വന്നതുപോലും ഇല്ലായിരുന്നു. അദ്ദേഹത്തിന് തിരക്കുകളുണ്ട്. പക്ഷേ ലാലേട്ടൻ വന്നിരുന്നു. അദ്ദേഹത്തിനും തിരക്കുകളുള്ളതാണ്. എന്നിട്ടും അദ്ദേഹം വന്നു. അദ്ദേഹം പറഞ്ഞതൊക്കെ നമ്മൾ കേട്ടതാണ്. ജനറൽ ബോഡിയിലുള്ള എല്ലാവരും എന്താണോ തീരുമാനിക്കുന്നത് ഞാനും അതിൻ്റെ കൂടെ എന്നാണ് ലാലേട്ടൻ പറഞ്ഞത്. അത്രയേ ഉള്ളൂ. അവരും അടുത്ത് കാണും. എല്ലാവരും ചുമ്മാതെ അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്നടിക്കുകയല്ലേ, പിന്നെ കുറേ ആരോപണങ്ങൾ പറയുക, ഇതൊക്കെയല്ലേ നടക്കുന്നത്. പിന്നെ അതുമാത്രമല്ല, പൈസയുടെ പേരിൽ പല ഉഡായിപ്പുകളും അതിനകത്ത് നടക്കുന്നുണ്ട്. പലരും അതിൽ നിന്ന് കൈയിട്ട് വാരുന്നുണ്ട് എന്നാണ് സംഘടനയിലെ അംഗങ്ങൾ പോലും പറയുന്നത്. കണക്കുകൾ വല്ലതും ബോധ്യപ്പെടുത്താൻ ശ്വേതാ മേനോന് കഴിഞ്ഞോ? കണക്കുകൾ പറയാൻ കുറച്ച് സമയം കൂടുതൽ ചോദിച്ചിരിക്കുന്നു. അതിൽ തന്നെ ഒരു കള്ളമില്ലേ? അമ്മ സംഘടനയിലെ ട്രഷററായ ഉണ്ണി ശിവപാൽ പോലും അൻസിബയുടെ ഭാഗത്താണ്. അവൾ പറയുന്നതിൽ കാര്യമുണ്ടെന്നും കണക്കുകളൊന്നും ശരിയല്ലെന്നുമാണ് അയാളും പറയുന്നത്. ഇനി മിക്കവാറും ഒരു ഇൻ്റർവ്യൂവുമായി ശ്വേതാ മേനോനും ലക്ഷ്മിപ്രിയയും വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് കേൾക്കാം എന്തെല്ലാം കള്ളങ്ങളാണ് പറഞ്ഞു വിടുന്നതെന്ന്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോ കാണുന്ന കൂടുതൽ പേരും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത്. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ശരി, മറ്റൊരു വിഷയവുമായി വേറൊരു വീഡിയോയിൽ കാണാം.